പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരവാദികൾ നടത്തിയ ആക്രമണത്തെ ചെറുക്കാൻ ശ്രമിച്ച് മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന കാശ്മീരി സ്വദേശിയായ യുവാവ് സമൂഹമാധ്യമങ്ങളിലടക്കം ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണിപ്പോൾ അദ്ദേഹം. കശ്മീരിൽ നിന്നുള്ള സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരിലെ ഏക മുസ്ലിമും കശ്മീരിൽ നിന്നുള്ള ഏക വ്യക്തിയുമാണ് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. പേരും കലിമയും ചൊല്ലിയാൽ രക്ഷപ്പെടാമായിരുന്ന അദ്ദേഹം എന്തിനാണ് ഈ പാവങ്ങളെ കൊല്ലുന്നതെന്ന് ചോദിച്ചതാണ് തീവ്രവാദികളെ പ്രകോപിപ്പിച്ചത്. അതാണ് അദ്ദേഹത്തിന്റെ ജീവനെടുക്കാൻ തീവ്രവാദികളെ പ്രേരിപ്പിച്ചതും. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ, പഹൽഗാമിലെ കുതിരസവാരിക്കാരൻ. പ്രദേശത്തെ ഭീകരാക്രമണ വിവരമറിഞ്ഞ പിതാവ് ഹൈദർ ഷാ ഉച്ചയ്ക്ക് 3 മണി മുതൽ ആദിലിന്റെ ഫോണിൽ നിരന്തരം വിളിച്ചു നോക്കി. എന്നാൽ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. ആദ്യ കയറി അദ്ദേഹം പലവട്ടം വിളിച്ചിട്ടും പ്രതികരണമുണ്ടായില്ല. വൈകുന്നേരം 4:30-ഓടെ ഫോൺ ഓണായി. പക്ഷേ മറുപുറത്തു നിന്ന് മറുപടിയൊന്നുമില്ല. സമാധാനമില്ലാതെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി വിവരം അന്വേഷിച്ചപ്പോൾ മകന് പരുക്കു പറ്റിയെന്നറിഞ്ഞു. വൈകാതെ മകൻ മരണത്തിന് കീഴടങ്ങിയെന്ന സങ്കട വാർത്തയുമെത്തി. കുടുംബത്തിന്റെ ഏക അത്താണിയായ അവൻ ഒരു പാവമായിരുന്നുവെന്ന് പറഞ്ഞ് വിലപിക്കുന്ന പിതാവിനെ ആശ്വസിപ്പിക്കാൻ പലരും പാടുപെട്ടു. അവനില്ലാതെ ഇനി എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്ത് തന്നെ ആദിലിന്റെ മാതാവുമുണ്ട്. പ്രദേശത്ത് വരുന്ന ടൂറിസ്റ്റുകൾക്ക് കുതിരസവാരി നടത്തിയായിരുന്നു ആദിലിന്റെ ഉപജീവനം. കൊല്ലപ്പെടുന്ന അന്നും പതിവ് പോലെ രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങിയതാണ്. അദ്ദേഹത്തിന് സ്വന്തമായി കുതിരയുണ്ടായിരുന്നില്ല. ഒരു ദിവസം സവാരി നടത്തിയാൽ 400-500 രൂപ ലഭിക്കും. അതുകൊണ്ടായിരുന്നു ഭാര്യയും മാതാപിതാക്കളും 5 ഇളയ സഹോദരങ്ങളും ഉൾപ്പെടുന്ന കുടുംബത്തെ പോറ്റിയിരുന്നത്. കുതിരപ്പുറത്ത് വിനോദസഞ്ചാരികളെ കയറ്റിക്കൊണ്ടു പോകുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. തന്റെ കുതിരപ്പുറത്തിരിക്കുന്ന യാത്രക്കാരെ വെടിവെച്ച് കൊല്ലാൻ തുനിഞ്ഞപ്പോൾ തോക്ക് തട്ടിയെടുക്കാൻ ശ്രമിച്ചതായിരുന്നു ആദിൽ. അതോടെ ആദിലിന് നേരെ ഭീകരർ വെടിയുതിർത്തു. അങ്ങനെ തന്റെ കുതിരപ്പുറത്ത് കയറിയവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ആദിൽ സ്വയം രക്തസാക്ഷിയായി. കഴുത്തിലും തോളിലുമായി 3 വെടിയുണ്ടകൾ ആദിലിന്റെ ശരീരത്തുണ്ടായിരുന്നു. ആദിലിന്റെ വിയോഗവാർത്ത പരന്നതോടെ കുടുംബത്തെ ആകെ തോളിലേറ്റിയിരുന്ന ആ 29-കാരനെ കുറിച്ചായിരുന്നു ഗ്രാമങ്ങളിലെ മുഴുവൻ സംസാരം. അവിടെ കബറടക്ക ചടങ്ങുകൾക്കായി മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള നേരിട്ടെത്തി. ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച അദ്ദേഹം ആദിലിന്റെ കുടുംബത്തിന് പൂർണ്ണ പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്തു. ആദിലിന്റെ അസാധാരണമായ ധൈര്യവും ത്യാഗവും എന്നെന്നും ഓർമ്മിക്കപ്പെടുമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സാമൂഹ്യ മാധ്യമമായ എക്സിലും കുറിച്ചു.